അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്, ദിവസവും നമുക്ക് 5 സൂറത്ത് പതിവാക്കാൻ കഴിഞ്ഞാൽ അന്നത്തെ ആ ദിവസം തന്നെ റാഹത്തായി. അൽഹംദുലില്ലാ, സന്തോഷം. ആ 5 സൂറത്തുകൾ ഏതൊക്കെയെന്ന് അറിയണ്ടേ? സൂറത്ത് യാസീൻ, സൂറത്തുൽ ദുഖാൻ, സൂറത്തുർ റഹ്മാൻ, സൂറത്തുൽ വാക്കിയ, സൂറത്തുൽ തബാറക്ക. ഈ 5 സൂറത്തുകളാണ് ഡെയിലി നമ്മൾ പതിവാക്കേണ്ട സൂറത്തുകൾ. സുബഹി നിസ്കാരത്തിന് ശേഷം യാസീൻ ഓതുക. പകലിൻ്റെ തുടക്കത്തിൽ യാസീൻ ഓതിയാൽ ആവശ്യങ്ങൾ വീട്ടപ്പെടാൻ ഇടയാകും. അതുപോലെ നമ്മൾ ആഗ്രഹങ്ങൾ, ഹലാലായ എന്തൊക്കെ ആഗ്രഹങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടാണോ യാസീൻ ഓതുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു നിറവേറ്റി തരും. ളുഹറിന് ശേഷം സൂറത്തുൽ ദുഖാൻ 70,000 മലക്കുകൾ പൊറുക്കലിനെ തേടുന്ന സൂറത്താണ്. ഇത് ഓതിയാൽ 70,000 മലക്കുകൾ പൊറുക്കലിനെ തേടും ഇൻഷാ അല്ലാഹ്. അടുത്തത് അസറിന് ശേഷം സൂറത്തുർ റഹ്മാൻ, ഖുർആനിലെ മണവാട്ടി എന്ന് വിശേഷിപ്പിച്ച സൂറത്താണ് സൂറത്ത് റഹ്മാൻ. ഈ സൂറത്ത് ഓതിയാൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് മൊത്തത്തിൽ നന്ദി കാണിച്ചവനായി. മാഷാ അല്ലാഹ്, എന്തൊക്കെയാണല്ലേ. പിന്നെ നമുക്ക് മഗ്‌രിബിന് ശേഷം സൂറത്തുൽ വാക്കിയ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരിക്കലും ദാരിദ്ര്യം പിടികൂടില്ല. സൂറത്തുൽ വാക്കിയ എല്ലാവരുടെ വീട്ടിലും സൂറത്തുൽ വാക്കിയ കുട്ടികളെ കൊണ്ടും മുതിർന്നവർ കൊണ്ടൊക്കെ ഓതിപ്പിക്കാൻ ശ്രമിക്കുക. ഇശാന് ശേഷം സൂറത്ത് തബാറക്ക, സൂറത്തുൽ മുൽക്ക്. ഇതും എല്ലാവരും ഓതുന്നവരാണ്. ഈ സൂറത്ത് ഖബർ ശിക്ഷയെ തൊട്ട് തടയാനും ഖബറിലെ അദാബിനെ തൊട്ട് രക്ഷപ്പെടുത്താനും സാധിക്കും. മാഷാ അല്ലാഹ്. നമുക്കെല്ലാവർക്കും ഈ 5 സൂറത്തുകൾ ഡെയിലി ഓതാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.